എന്ത് നാറി കളി കളിച്ചാലും വേണ്ടില്ല, ഈ എലക്ഷൻ നമുക്ക് എടുക്കണം. നമുക്കറിയാലോ, ഇതിൽ ജയിച്ചാൽ ഞാനാ ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കൂടിയ. അറിയാം സാർ, ഡിവൈഡ് ആൻഡ് റൂൾ. ഞാൻ താരിഖ് ഹുസൈനെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ കുറച്ച് ഫണ്ട് അധികം കൊടുക്കേണ്ടി വരും. ഫണ്ടിൻ്റെ കാര്യത്തിലൊന്നും താൻ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ അതിന് മട്ടം പോലെ നടക്കണം. അതിന് കുറച്ച് പൈസ പൊട്ടിയാലും തിരക്കടില്ലാന്നേ. റിസൾട്ട് അനുകൂലമായ അതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് തിരിച്ചു പിടിക്കണം. രാവിലെ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, ഈ അതിന് പണി തുടങ്ങിക്കോ. ചെയ്യില്ലേ? ഹലോ ഹലോ, താരിഖ് ഹുസൈൻ അല്ലേ? യാ രാഹുൽ ജി പറയൂ. പിന്നെ എനിക്കൊരു ഹെൽപ്പ് കൂടെ വേണം. നിങ്ങൾ കാര്യം പറയൂ, ഞാൻ നോക്കട്ടെ. തനിക്ക് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമില്ലടാ. താനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഇൻറ്റൻസിറ്റിയിൽ ചെയ്യണം. വെറുതെ അല്ല, പാർട്ടി തനിക്ക് തരുന്ന മാസപ്പടിയിലും കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവേ. മനസ്സിലായില്ലല്ലോ, താങ്കളൊന്ന് ക്ലിയർ ആക്കി പറയൂ. അതായത് ഇലക്ഷൻ വരാൻ പോവാണല്ലോ, അപ്പോൾ താനിപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്ന അപരാധങ്ങൾ കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും തോന്നുന്നില്ല. നിങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ ഇമ്മാതിരി പരിപാടിയൊക്കെ ചെയ്തു കൂട്ടിയത്. തന്ന കാശിനുള്ള പണി ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേണ്ടാന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓൻ്റെ ബഹുമാനപ്പെട്ട പൊട്ട, നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത്, ഒന്നുകൂടി തീവ്രമാക്കി ചെയ്യണം. മനസ്സിലായില്ല? യോയോ കോളിംഗ് അടക്കം ഒട്ടേറെ കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. അപരാധം പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല ബോസ്, തമ്മിലടുപ്പിക്കണം. ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് നമ്മുടെ ബാലറ്റിൽ വീഴണം. മനസ്സിലായോ? ചെയ്യാം, പക്ഷെ ചിക്കിളി ഇച്ചിരി കൂട്ടി തരേണ്ടി വരും. ഇപ്പൊ തന്നതിലും ഒരുപാട് കൂട്ടി തരേണ്ടി വരും. ഫണ്ടൊക്കെ നമുക്ക് എത്ര വെച്ചാൽ തരാം. പിന്നെ കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ നടക്കണം. പിന്നെ അതിൻ്റോടൊപ്പം നമ്മുടെ പാർട്ടി ഒരു രക്ഷാ കേന്ദ്രമായിട്ട് പ്രതിഷ്ഠിക്കുകയും വേണം. അതൊക്കെ ചെയ്യാം, വലിയ കേസുള്ള കാര്യം. എടാ വാടാ, ഇറങ്ങി ചാടിച്ചിട്ട് പോവാ. എടാ ഞാനില്ലടാ, ഇപ്പോഴല്ലേ നമ്മൾ ചാടിച്ചു വന്നിട്ടുള്ളൂ. വാടാ. ഇപ്പല്ലേ തിന്നിട്ട് വന്നത്, നിന്റെ വയറ്റിൽ കൊക്കപ്പുഴയിട്ടുണ്ടാ? അബേ നാളെ കേരള കൊണ്ട് മാക്കണ്ടട്ടാ. അമ്മേ അമ്മേ ഹലോ, ഫോൺ എടുക്കാൻ എന്താണ് ഇത്ര താമസം? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സൈബർ വിങ്ങിനെ ആക്റ്റീവാക്കി നിർത്തണം. ഞാൻ കുറച്ച് കണ്ടന്റുകൾ തരും, അത് നിങ്ങൾ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കത്തിക്കണം. അതായിരിക്കണം ഇനി കുറച്ച് നാളത്തേക്ക് ലൈവായിട്ട് നിൽക്കേണ്ട സാധനം.
ഞാനൊരു ടേം പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്തോ. ലവ് ജിഹാദ്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതായത് മറ്റു മതങ്ങളിലെ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ പ്രേമിച്ച് മതം മാറ്റുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് തെളിവുകൾ അയച്ചു തരും. നിങ്ങളത് സോഷ്യൽ മീഡിയ വഴി ഒന്ന് കത്തിക്കണം. അതൊക്കെ ആൾക്കാർ വിശ്വസിക്കുക പോയി. അതെല്ലാം മതത്തിലേക്കും നടക്കുന്നല്ലേ. ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യത്തിൻ്റെ മേലെയാണ് അതിൻ്റെ സ്ഥാനം. ഇതൊക്കെ വർക്കാവോ? നെക്സ്റ്റ് വീക്കാണ് ഇലക്ഷൻ. ഭയപ്പെടാതെ തമ്പി, ഇത് താരിഫിൻ്റെ വാക്കാണ്. പിന്നൊരു കാര്യം, എൻ്റെ മാസപ്പടിയിൽ കൃത്യമായ വർധനവുണ്ടായില്ലെങ്കിൽ അറിയാലോ, തൻ്റെ പാർട്ടിയെ 10 വോട്ട് കിട്ടാതെ തോൽപ്പിക്കാനും ഈ താരിഫിനറിയാം. This is an alleged love jihad shocker in the state of Karnataka where Hindu youth claims forced to convert after marriage. Images of Islamic wedding go viral. Youth was forced to abandon Hindu faith after Islamic rituals. ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് വീണ്ടും ലവ് ജിഹാദ്. കാസർഗോഡ് CPM നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായി പരാതി. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ ലവ് ജിഹാദ് മൂലമല്ലെന്ന പോലീസ് കണ്ടെത്തലിൽ പ്രതികരണവുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. കോതമംഗലത്തെ സംഭവം ലവ് ജിഹാദ് തന്നെയെന്ന് ഷോൺ ജോർജ്. ലവ് ജിഹാദ് എന്ന പരാമർശം വിവാദമാകുമ്പോൾ CPM നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. യുവതികളെ തീവ്രവാദത്തിലേക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന പാർട്ടി രേഖയിലുണ്ട്. പ്രൊഫഷണൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ശ്രമമെന്നാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ഉദ്ഘാടന പ്രസംഗത്തിലുള്ള കുറിപ്പിൽ പാർട്ടി വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ലവ് ജിഹാദ്. കാസർഗോഡ് CPM നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായി പരാതി. ഫിസിയോതെറാപ്പിസ്റ്റ് റാഷിദിനെതിരെയാണ് ആരോപണം. യുവതിയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി യുവാവ് പ്രണയം നടിച്ച് വലയിലാക്കിയെന്നും കുടുംബം. ഉദുമയിലെ CPM നേതാവ് PV ഭാസ്കരനാണ് യുവതിയുടെ പിതാവ്. സാഹചര്യം ഇതായിരിക്കെ യുവതി ജ്യോതും ജാശ്രായിട്ടുള്ള കൂട്ടുകെട്ട നിർത്തിക്കോ. എനിക്കറിയാലോ, ലച്ചൊക്കെ വീട്ടിലുള്ളതാണ്. അവന്മാരെ ഈ വീട്ടിൻ്റെ പരിസരത്തേക്ക് അടുപ്പിക്കരുത്. എങ്ങട്ടാ? എടാ അങ്ങ് പോവല്ലേ, ചാടാൻ പോവല്ലേ? എവിടക്ക് പോണേ? ഇന്നലെ പറഞ്ഞ മറന്നു. ഞാനൊന്നില്ല, നിങ്ങള് പോയിക്കോളി. വാ ചങ്ങായി പോവാ, വാ. നിനക്കൊന്നും മലയാളം പറഞ്ഞ മനസ്സിലാവൂലേ? ഞാനില്ല. എന്നാ കുറച്ച് വെള്ളം തന്നാ ചെയ്യും. എങ്ങട്ടാ? ഇവിടെ അമ്മയും പെങ്ങളൊക്കെ അല്ലതാ. അനക്ക് വെള്ളം വേണേ പുറത്തു പോയി കുടിച്ചോ. എടാ എന്താണ് ഇങ്ങനെയൊക്കെ പറയണ? ലച്ചു ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. അന്നോടല്ലടാ പറഞ്ഞേ. ഇവന്മാരൊക്കെ ഞാനിന്ന് അനക്കൊന്ന് പറഞ്ഞ മനസ്സിലാവൂലേ? എന്താ ജുമാ നാളെയാണല്ലോ. ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ ലവ് ജിഹാദ് ഇസ്ലാമിലുള്ളതാ? എന്ത്? അത് ഈ ന്യൂസിലൊക്കെ കണ്ടതാണ്. പെണ്ണുങ്ങളെ ലൈനടിച്ച് മുസ്ലിം ആക്കുന്ന പരിപാടി. നിങ്ങൾ മദ്രസയിലൊക്കെ എത്ര വരെ പോയിക്കണ്? ഒരു 10 വരെയൊക്കെ. അന്യ പെണ്ണുങ്ങളെ നോക്കാൻ പറ്റുമോ? അനാവശ്യമായി ഒറ്റയ്ക്ക് ഇരിക്കാനോ സംസാരിക്കാനോ പറ്റുമോ? ഇല്ല. ഇല്ലാന്ന് മാത്രല്ല, നിഷിദ്ധാണ്, പറ്റൂലെന്ന്. ഒരു മുസ്ലിം ചെക്കന് ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ കണ്ടു. അങ്ങനെ ഞാൻ ആരെങ്കിലുമൊക്കെ ചെയ്തെന്ന് വെച്ച് അതൊക്കെ ഇസ്ലാമിലുള്ളതാവോ? അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ലോകത്ത് വേറെ ഏതെങ്കിലും മതം ഉണ്ടോ സ്ത്രീകളോട് കൃത്യമായിട്ട് പെരുമാറാൻ പഠിപ്പിക്കണേ? എടാ, ഈ പ്രണയമൊക്കെ എല്ലാ മതത്തിലും നടക്കണല്ലേ. ഇതൊക്കെ പടച്ചിടുന്ന ആൾക്കൊരു വിചാരം ഉണ്ടാവും ഇസ്ലാം ഇതുകൊണ്ടിട്ട് തീരുന്നു. പക്ഷെ ബുദ്ധിയുള്ള ആളുകൾ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഇസ്ലാമിലേക്ക് വരാൻ പോണത്.